ഓം നമോ ഭഗവതേ വാസുദേവായ. 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 സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലകൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഗോവിന്ദായ നമോ നമഃ. അഹോ ഭാഗ്യം അഹോ ഭാഗ്യം നന്ദഗോപവ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. ധന്യാത്മാക്കളെ, സുഹൃതികളെ, എല്ലാവർക്കും സാദര നമസ്കാരം. ശ്രീധരീയം ഭാഗവത പഠന സത്രം, ഭാഗവത പാഠം 26. ജരഢത്വം സമായാതൗ തേന ദുഃഖേന ദുഃഖിതാ സാഹം തു തരുണീ കസ്മാത് സുതൗ വൃദ്ധാ വിമൗ കുതഃ ത്രയാണാം സഹചാരിത്വാദ് വൈപരീത്യം കുതസ്ഥിതം ഘടദേ ജരഠാ മാതാ തരുണൗ തനയാവിതി. ജരഠത്വം സമായാതൗ തേന ദുഃഖേന ദുഃഖിതാ സാഹം തു തരുണീ കസ്മാത് സുതൗ വൃദ്ധാ വിമൗ കുതഃ ത്രയാണാം സഹചാരിത്വാദ് വൈപരീത്യം കുതസ്ഥിതം ഘടതേ ജരഠാ മാതാ തരുണൗ തനയാവിതി. അധശോചാമി ചാത്മാനം വിസ്മയാവിഷ്ടമാനസാ വദയോഗനിധേ ധീമൻ കാരണം ചാത്ര കിം ഭവേൽ.
അധശോചാമി ചാത്മാനം വിസ്മയാവിഷ്ടമാനസ വദയോഗനിധേ ധീമൻ കാരണം ചാത്ര കിം ഭവേൽ. ശ്രീമദ് ഭാഗവത പഠന സത്രത്തിൽ 26-ാം പാഠത്തിലൂടെ ഭാഗവത മഹാത്മ്യം 1-ാം അധ്യായത്തിലെ 52, 53, 54 ഈ 3 ശ്ലോകങ്ങളാണ് നാം പഠിക്കുന്നത്. വളരെ ലളിതമായതുകൊണ്ട് 3 ശ്ലോകങ്ങളും നമുക്ക് ഈ ദിവസം പഠിക്കാം. ജരഠത്വം സമായാദൗ തേന ദുഃഖേന ദുഃഖിതാ സാഹം തു തരുണീ കസ്മാത് സുതൗ വൃദ്ധാവിമൗ കുതഃ ത്രയാണാം സഹചാരിത്വാത് വൈപരീത്യം കുതസ്ഥിതം ഘടതേ ജരഠാ മാതാ തരുണൗ തനയാവിധി. അതഃ ശോചാമി ചാത്മാനം വിസ്മയാവിഷ്ടമാനസാ വദയോഗനിധേ ധീമൻ കാരണം ചാത്ര കിം ഭവേൽ. ഇതാണ് 3 ശ്ലോകങ്ങളുടെ പദങ്ങൾ. അർത്ഥം കൂടുതലായിട്ടൊന്നും ഇതിൽ പറയാനില്ല. ഈ പദങ്ങളുടെ അർത്ഥത്തിലുപരി നമ്മളിതിൻ്റെ വ്യാഖ്യാനം ആണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. ജരഠത്വം സമായാദോ തേന ദുഃഖേന ദുഃഖിത സാഹന്തു തരുണീകസ്മാത് സുതൗ വൃദ്ധാവിമൗ കുതഃ. ഇത് ഭക്തിയുടെ വാക്കുകളാണ്, ഭക്തീദേവിയുടെ വാക്കുകളാണ്. ഈ വൃന്ദാവനത്തിൽ ഞാൻ പ്രവേശിച്ചു, അപ്പോൾ പുതിയ ദേഹം ലഭിച്ചതുപോലെ അവയവങ്ങൾക്ക് സൗന്ദര്യമുണ്ടായി എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ നല്ലൊരു യുവതിയായി തീർന്നു. ഇപ്പോൾ എന്റെ സ്വരൂപം ഏറ്റവും കമനീയമായിരിക്കുന്നു. പക്ഷേ എന്റെ ഈ 2 പുത്രന്മാർ ക്ലേശം നിമിത്തം ഇവിടെ വീണു കിടക്കുന്നു. ഈ സ്ഥാനം വിട്ട് മറ്റൊരു സ്ഥാനത്തിലേക്ക് പോകണമെന്നാണ് എന്റെ വിചാരം. പക്ഷേ അപ്പോഴേക്ക് എന്റെ പുത്രന്മാർ അശക്തന്മാരായി ഇരുന്നിട്ടും, അല്ലെങ്കിൽ അശക്തന്മാരായിരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അശക്തന്മാരായി തീർന്നതുകൊണ്ട് ഇനി ഞാൻ എന്തു ചെയ്യും എന്നാണ് ഭക്തി ചോദിക്കുന്നത്. കാരണം ജരഠത്വം സമായാദോ തേന ദുഃഖേന ദുഃഖിത. ഇവർക്കിങ്ങനെ വൃദ്ധത്വം പ്രാപിച്ചു. ഈ 2 മക്കൾക്ക് വൃദ്ധത്വം പ്രാപിച്ചിട്ടും, മക്കൾ വൃദ്ധന്മാരായിട്ടും അമ്മ സുന്ദരിയായിട്ടും യുവതിയായിട്ടും ഉള്ള ഒരവസ്ഥ ഒരു ആശ്ചര്യകരമായിട്ടുള്ള അവസ്ഥയാണ്. എന്റെ പുത്രന്മാര് അശക്തന്മാരായി തീർന്നു. അതുകൊണ്ട് ഞാൻ വളരെയധികം ദുഃഖിക്കുന്നു. ഈ വൈപരീത്യം കുതസ്ഥിതം, എന്തുകൊണ്ടാണ് ഇങ്ങനെ
ഒരു വൈപരീത്യം ഉണ്ടായിത്തീർന്നത് മഹർഷേ എന്ന് നാരദ മഹർഷിയോട് ചോദിക്കുന്നു. ഞാനാകട്ടെ യൗവനയുക്ത, എന്റെ പുത്രന്മാരോ വൃദ്ധന്മാര്. പുത്രന്മാര് വൃദ്ധന്മാരാവുക, അമ്മ സുന്ദരിയായിട്ട് അങ്ങനെ നിലനിൽക്കുക. ഇതൊരു ഘടതേ ജരഠാമാതാ തരുണൗ തനയാവിധി. ഇതിങ്ങനെ എന്തുകൊണ്ടാണ് വരുന്നത്? എന്റെ പുത്രന്മാര് വൃദ്ധന്മാരും ഞാൻ യുവതിയുമായിട്ടുണ്ട്. ഇങ്ങനെ വരുവാൻ എന്താണ് കാരണം? വാസ്തവത്തിൽ ഞങ്ങൾ മൂന്നുപേരും ഭിന്ന ശരീരന്മാരല്ല. ഇവിടെയാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ത്രയാണാം സഹചാരിത്വൽ വൈപരീത്യം കുതം സ്ഥിതം. മൂന്നുപേരും ഒരുമിച്ച് തന്നെ കഴിഞ്ഞുകൂടുന്നവരാണ്. ഞങ്ങൾ ഭിന്ന ശരീരന്മാരല്ല മൂന്നുപേരും എന്നാണ് ഭക്തിദേവി പറയുന്നത്. ഒരേ സ്വരൂപം തന്നെയാണ് ഞങ്ങൾ മൂന്നുപേരും എന്നാണ് പറയുന്നത്. മൂന്ന് വേഷത്തിലിരിക്കുന്നുവെന്നേ ഉള്ളൂ. ഞങ്ങള് മൂന്ന് വേഷത്തിലിരിക്കുന്നുവെന്നേ ഉള്ളൂ. മൂന്നുപേരും ഭിന്ന ശരീരന്മാരല്ല, ഒരേ സ്വരൂപം തന്നെയാണ് ഞങ്ങൾ. അമ്മ വൃദ്ധയും മക്കൾ യുവാക്കന്മാരുമാണെന്ന് വന്നാൽ യുക്തിഭംഗമില്ല. സാധാരണഗതിയിൽ ഈ ലോകത്തില് അമ്മയ്ക്ക് പ്രായം കൂടുതൽ, മക്കൾ യുവാക്കളും, അതിൽ യുക്തിക്ക് ഭംഗമില്ല, സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ്. എന്നാൽ ഇവിടെയോ നേരെ മറിച്ച് കാണപ്പെടുന്ന ഒരവസ്ഥയാണ്. എന്താ? തിരിച്ചല്ലേ ഉള്ളത്. അമ്മ യുവതിയും മക്കൾ വൃദ്ധരും. അതിനുള്ള കാരണം എന്താണ്? വൈപരീത്യം കുതപ്പുനാ അതശോചാമി ചാത്മാനം വിസ്മയാവിഷ്ടമാനസ വദയോഗനിധേ ധീമൻ കാരണം ചാത്ര കിം ഭവേൽ. യോഗനിധിയും അതിബുദ്ധിമാനുമായ നിന്തിരുവടി ഇതിനുള്ള കാരണം പറയണം. ഞാൻ ഇങ്ങനെ ആയതിന്റെ കാരണം എന്റെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്നതിനാൽ ഞാൻ എന്നെക്കുറിച്ച് തന്നെ വളരെയധികം ദുഃഖിക്കുന്നു എന്നാണ് ഭക്തി പറഞ്ഞിരിക്കുന്നത്. യോഗനിധിയും അതിബുദ്ധിമാനുമായ നിന്തിരുവടി ഇതിനുള്ള കാരണം പറഞ്ഞു തരണമേ എന്നാണ് നാരദ മഹർഷിയോട് ഭക്തിദേവി ഉണർത്തിക്കുന്നത് വിനയത്തോടുകൂടി. ഇതാണ് ഈ 3 ശ്ലോകങ്ങൾ കൊണ്ടുള്ള താല്പര്യം. ഒന്നുകൂടി ചുരുക്കി നമ്മൾക്ക് മനസ്സിലാക്കാം. മക്കൾക്ക് വാർദ്ധക്യം വന്നതാണ് എന്റെ പ്രധാന ദുഃഖം എന്ന് ഭക്തിദേവി പറയുന്നു. ഭക്തിദേവിയുടെ പ്രധാനപ്പെട്ട ദുഃഖം എന്താണ്? മക്കൾക്ക് വാർദ്ധക്യം വന്നത്. മക്കൾ ആരൊക്കെയാണ്? ജ്ഞാനവും വൈരാഗ്യവും. മക്കൾ വയസ്സന്മാര്, അമ്മ യുവതിയും. ഈ സ്ഥിതി വിശേഷത്തിന് കാരണം എന്താണെന്നാണ് മഹായോഗിയും ബുദ്ധിമാനുമായ അങ്ങ് എനിക്ക് പറഞ്ഞു തരേണ്ടത് എന്ന് ഭക്തി പറയുന്നു. ഭക്തിയുടെ യുവത്വത്തിന് കാരണം നാം കണ്ടു. എന്താണ്? വൃന്ദാവനത്തിൽ എത്തിയതാണ് കാരണം. വിവിധ ഭാവങ്ങളാൽ ഭഗവാനെ ഇഷ്ടപ്പെട്ടിരുന്ന ഗോപികമാരുടെ മനസ്സിൽ പൂർണ്ണമായും ശുദ്ധമായതുമായ ഭക്തി ഇവിടെ വെച്ചാണ് ഭഗവാൻ ഉണ്ടാക്കിയത്. ഇന്നും പ്രകടനമാണെങ്കിലും ഭക്തി ഉണ്ട്, എന്നാൽ ജ്ഞാനവും വൈരാഗ്യവും എവിടെയുമില്ല. എത്ര വലിയവനാണെങ്കിലും വിഷയവൈരാഗ്യം ഇല്ലെങ്കിൽ ഉള്ള ജ്ഞാനവും ശോഭിക്കുകയില്ല, യാതൊരു സംശയവും വേണ്ട. നൈഷ്കർമ്മ്യമപ്യച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം. വലിയ ആധ്യാത്മിക നേതാക്കൾ പോലും എതിർക്കപ്പെടുന്നത് ഈ വൈരാഗ്യം വരാത്തത് മൂലമാണ്. ഭക്തി നവവിധം ആണ്. അതിൽ
പാദസേവ എന്ന ഒന്നിൽ നിന്നാണ് നരസേവ തന്നെ നാരായണ സേവ, മാനവസേവ തന്നെ മാധവ സേവ എന്ന് വിദ്യാലയങ്ങളിലൂടെയും ആതുരാലയങ്ങളിലൂടെയും ഒക്കെ ബോധ്യപ്പെടുത്തുന്നത്. പക്ഷേ അതൊക്കെ ഒരു കച്ചവടത്തിന്റെ ഭാവത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് മറക്കരുത്. ഇതിന്റെ ഫലമായിട്ടാണ് ആധ്യാത്മികത തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. ഇവിടെ വിഷയവൈരാഗ്യം വന്നു എന്ന് വിശ്വസിക്കാൻ സമൂഹത്തിന് സാധിക്കില്ല. വിഷയവൈരാഗ്യം വരാത്തവന്റെ ജ്ഞാനം മാലിന്യത്തിൽ വീണ പഴം പോലെയാണ്. ആയതിനാൽ നമുക്ക് ഈ വൈരാഗ്യം വാർദ്ധക്യം പ്രാപിച്ചപ്പോൾ ജ്ഞാനത്തിനും വാർദ്ധക്യത്തെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഏതായാലും ഇങ്ങനെ ഒരു വിശേഷപ്പെട്ട രംഗമുണ്ടായി. അതാണ് ഭക്തിയുടെ ദുഃഖത്തിന് കാരണം. ഇനി നമുക്ക് നാരദ മഹർഷിയുടെ മറുപടി അടുത്ത പാഠത്തിലൂടെ പഠിക്കാം. എല്ലാവർക്കും നമസ്കാരം.